Hi everyone, welcome back to biology class. This is the third part of our fourth chapter, breathing for energy. What all things we have discussed in our previous class? That is, നമ്മൾ ഓക്സിജൻ ബ്രീത്ത് ഇൻ ചെയ്തു, ഓക്സിജൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ കൂടെ മൂവ് ചെയ്തു, ആൽവിയോളയിലെത്തി, ആൽവിയോളയിൽ വെച്ച് ഗ്യാസ് എക്സ്ചേഞ്ച് നടന്നു. ഓക്സിജൻ ആൽവിയോളയിൽ നിന്നും ബ്ലഡ് കാപ്പിലറീസിലേക്ക് മൂവ് ചെയ്തു. ബ്ലഡ് കാപ്പിലറീസിൽ കാണുന്ന RBC ആണ് ഓക്സിജനെ ക്യാരി ചെയ്യുന്നത്. RBCക്കകത്ത് കാണുന്ന ഹീമോഗ്ലോബിനാണ് ഓക്സിജനെയും കൊണ്ട് സെൽസിനകത്തേക്ക് മൂവ് ചെയ്യുന്നത്. ഇസ്n't it? Now observe this illustration. Diffusion of oxygen. ഈ illustration observe ചെയ്യുക. That is diffusion of oxygen. എങ്ങനെയാണ് ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. This is alveolus and this is blood capillary. Inside alveolus oxygen is there. Alveolusൻ്റെ അകത്ത് ഓക്സിജൻ കാണാം and blood capillariesൻ്റെ അകത്ത് RBC is there. RBCക്കകത്താണ് ഹീമോഗ്ലോബിൻ. ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് 4 ഓക്സിജനെ ക്യാരി ചെയ്യാൻ സാധിക്കും. ആൻഡ് ദിസ് ഈസ് ഓക്സിജൻ. സോ ഓക്സിജൻ ആൽവിയോളസിൽ നിന്നും ബ്ലഡ് കാപ്പിലറീസിലേക്ക് മൂവ് ചെയ്ത് ഹീമോഗ്ലോബിനിൽ പോയി അറ്റാച്ച് ചെയ്യും. ദാറ്റ് ഈസ് ഓക്സിജൻ മൂവ്സ് ഔട്ട് ഫ്രം ദ ആൽവിയോളസ് ആൻഡ് ബൈൻഡ് വിത്ത് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ആൻഡ് ഓക്സിജൻ കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിനായി മാറും. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രോസസ് ദാറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ആൽവിയോളസ്. That is, oxygen will move from alveolus to the blood capillary and will bind with hemoglobin and form oxyhemoglobin. Oxyhemoglobin പിന്നീട് ബ്ലഡ് കാപ്പിലറീസിലെ കൂടെ മൂവ് ചെയ്ത് എവിടെ എത്തും? ദാറ്റ് ഈസ് ഇറ്റ് റീച്ചസ് സെൽസ് ഇൻ ടിഷ്യൂസിലെത്തും. സോ ദിസ് ഈസ് ദ ടിഷ്യൂ ആൻഡ് ഹിയർ യു ക്യാൻ സി ദ ടിഷ്യൂ ഫ്ലൂയിഡ്. ഇതാണ് ടിഷ്യൂ ഫ്ലൂയിഡ്. സെൽസിനിടയിൽ കാണുന്ന ഫ്ലൂയിഡാണ് ടിഷ്യൂ ഫ്ലൂയിഡ്. ഇൻഡർസെല്ലുലാർ സ്പേസിൽ കാണുന്ന ഫ്ലൂയിഡാണ് ടിഷ്യൂ ഫ്ലൂയിഡ്. ആൻഡ് ഹിയർ യു ക്യാൻ സി ബ്ലഡ് കാപ്പിലറി. സോ ബ്ലഡ് കാപ്പിലറീസിൻ്റെ അകത്താണ് ഓക്സി ഹീമോഗ്ലോബിൻ. ടിഷ്യൂസിൻ്റെ അടുത്തെത്തി കഴിഞ്ഞാൽ ഓക്സി ഹീമോഗ്ലോബിൻ ബ്രേക്ക് ചെയ്ത് ഓക്സിജൻ റിലീസ് ചെയ്യും. ദാറ്റ് ഈസ് ഹീമോഗ്ലോബിൻ റിലീസസ് ഓക്സിജൻ ആൻഡ് ബിക്കംസ് ഫ്രീ. സോ ദെൻ വാട്ട് ഹാപ്പൻസ് ടു ദിസ് ഓക്സിജൻ? ഈ ഓക്സിജൻ നെക്സ്റ്റ് ടിഷ്യൂ ഫ്ലൂയിഡിൽ കൂടെ മൂവ് ചെയ്ത് സെൽസിനകത്തെത്തും. Okay, that is, you can see here what happened. Diffusion of oxygen into the cells through the tissue fluid. Oxygen blood capillariesൽ നിന്നും ടിഷ്യൂ ഫ്ലൂയിഡ് വഴി സെൽസിലേക്ക് എത്തും. ഇങ്ങനെയാണ് ഓക്സിജൻ ആൽവിയോളസിൽ നിന്നും സെൽസിലേക്ക് മൂവ് ചെയ്യുന്നത് with the help of hemoglobin. That is, oxygen moves from alveolus to the cells in tissues by forming a compound called oxyhemoglobin. That is, once again, ആൽവിയോളസിലുള്ള ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി കമ്പൈൻ ചെയ്ത് ഓക്സിഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. ഓക്സിഹീമോഗ്ലോബിൻ ബ്ലഡിൽ കൂടെ മൂവ് ചെയ്ത് ടിഷ്യൂസിലെത്തിയാൽ ഓക്സിജൻ റിലീസ് ചെയ്യും. ഓക്സിജൻ ടിഷ്യൂ ഫ്ലൂയിഡ് വഴി സെൽസിനകത്തേക്ക് മൂവ് ചെയ്യും. ഓക്കെ, നൗ haven't you understood the role of hemoglobin in the transport of oxygen? So ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഹീമോഗ്ലോബിൻ സഹായിക്കുന്നുണ്ട് അല്ലേ? You understood that. The main constituent for the synthesis of hemoglobin is iron molecules. So നമ്മുടെ ബോഡിയിൽ ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആര് ഹെൽപ്പ് ചെയ്യണം? അയൺ മോളിക്യൂൾസ് ഹെൽപ്പ് ചെയ്യണം. സോ ദാറ്റ് ഈസ് അയൺ ഈസ് നെസസറി ഫോർ സിന്തസൈസിങ് ഹീമോഗ്ലോബിൻ. സോ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഫുഡ് ഐറ്റംസ് ലൈക്ക് ലീഫി വെജിറ്റബിൾസ് വിത്ത് അയൺ കണ്ടന്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഡയറ്റ്. സോ വി ഷുഡ് ഈറ്റ് ലീഫി വെജിറ്റബിൾസ് വിച്ച് കണ്ടെയ്ൻ അയൺ. അതുകൊണ്ട് നമ്മൾ ലീഫി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണം. അതിൽ ഒരുപാട് അയൺ കണ്ടന്റ് ഉണ്ട്. സോ നമ്മൾ അയൺ ഉള്ള ഫുഡ് കഴിച്ചാൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ അയൺ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. സോ അയൺ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുള്ളൂ. ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ദ ആവറേജ് എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ എ ഹെൽത്തി മാൻ ഈസ് 15 gram per 100 ml ആൻഡ് ദാറ്റ് ഓഫ് എ വിമൻ ഈസ് 13 gram per 100 ml ഓഫ് ബ്ലഡ്. സോ ഹീമോഗ്ലോബിൻ്റെ ആവറേജ് കൗണ്ട് എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള മാനിൽ 15 gram per 100 ml ഓഫ് ബ്ലഡ് ആണ്. വിമനിലാണെങ്കിൽ 13 gram per 100 ml ഓഫ് ബ്ലഡ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ആവറേജ് വാല്യൂ ഓഫ് ഹീമോഗ്ലോബിൻ. Anemia is a condition in which the amount of hemoglobin in the blood decreases.
സോ നമ്മുടെ ബ്ലഡിൽ ആവറേജ് എമൗണ്ടിനേക്കാളും ഹീമോഗ്ലോബിൻ ഡിക്രീസ് ചെയ്താൽ വരുന്ന ഒരു ഡിസീസ്ഡ് കണ്ടീഷനാണ് അനീമിയ. വിളർച്ച എന്ന് പറയും, കേട്ടിട്ടുണ്ടാകും ഇല്ലേ? സോ അനീമിയ ഈസ് ബിക്കോസ് ഓഫ് ഡിക്രീസ് ഇൻ എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ. യു ഹാവ് നൗ അണ്ടർസ്റ്റുഡ് the importance of distribution of iron tablets in school as part of the WIFS project. അനീമിയ വരാതിരിക്കണമെങ്കിൽ നമ്മൾ അയൺ ഉള്ള ഫുഡ് കഴിക്കണം അല്ലേ? സോ ഇതിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂളിൽ അയൺ ടാബ്ലറ്റ്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്നുള്ളത്. ദാറ്റ് മീൻസ് ടു പ്രിവെൻറ്റ് അനീമിയ. സോ ഹീമോഗ്ലോബിൻ ഫോം ചെയ്യണമെങ്കിൽ അയൺ മോളിക്യൂൾസ് നമ്മുടെ ബോഡിയിൽ പ്രസൻ്റ് ആയിരിക്കണം. അയൺ മോളിക്യൂൾസ് കാണുന്നത് ഏത് ഫുഡ് ഐറ്റംസിലാണ്? ലീഫി വെജിറ്റബിൾസിലാണ്. ഹെൽത്തി മാനിൽ ഹീമോഗ്ലോബിൻ കൗണ്ട് 15 ഗ്രാം, വിമനിൽ 13 ഗ്രാം പെർ 100 ml. സോ ഹീമോഗ്ലോബിൻ കൗണ്ട് കുറവായാൽ അനീമിയ വരും. സോ ദാറ്റ് ഈസ് ഡിക്രീസ് ഇൻ എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ. സോ ഇവിടെ ഒരു ഹെഡിങ് കാണാം. വാട്ട് ഈസ് ദാറ്റ്? വെൻ ട്രാപ്ഡ് ഇൻ എ സ്മോക്ക് ഫിൽഡ് റൂം. നമ്മളൊരു സ്മോക്ക് ഫിൽ ചെയ്ത റൂമിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടാൽ, സ്മോക്ക് മീൻസ് പുകയുള്ള റൂമിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടാൽ വാട്ട് ഹാപ്പൻസ്? ഓക്കെ, ഹീമോഗ്ലോബിൻ ഹാസ് മോർ അഫിനിറ്റി ടു കാർബൺ മോണോക്സൈഡ് ദാൻ ഓക്സിജൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഹീമോഗ്ലോബിൻ്റെ അഫിനിറ്റി ഓക്സിജനോടാണ്, അതായത് ഹീമോഗ്ലോബിൻ്റെ അട്രാക്ഷൻ ഓക്സിജനോടാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഓക്സിജനേക്കാളും കൂടുതൽ അട്രാക്ഷൻ ആരോടാണ്? കാർബൺ മോണോക്സൈഡ്. സ്മോക്കിൽ കാണുന്ന ഗ്യാസ് ആണ് കാർബൺ മോണോക്സൈഡ്. സോ ഹീമോഗ്ലോബിൻ കാർബൺ മോണോക്സൈഡുമായി കമ്പൈൻ ചെയ്ത് കാർബോക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. ഓക്സി ഹീമോഗ്ലോബിന് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ ടിഷ്യൂസിൽ എത്തിക്കഴിഞ്ഞാൽ. പക്ഷേ കാർബോക്സി ഹീമോഗ്ലോബിൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യില്ല. ഇത് കാരണം ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ഡിസ്ട്രോയ് ചെയ്യപ്പെടും. സോ നമ്മൾ സ്മോക്കുള്ള റൂമിൽ അകപ്പെട്ടാൽ കാർബൺ മോണോക്സൈഡ് ആയിരിക്കും ബ്രീത്ത് ചെയ്യുക. നമ്മുടെ ബോഡിക്കകത്ത് കാർബോക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. കാർബോക്സി ഹീമോഗ്ലോബിന് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഹീമോഗ്ലോബിൻ ഡിസ്ട്രോയ് ചെയ്യപ്പെടും. സോ നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലംസ് വരും. ഇങ്ങനെയുള്ള സ്മോക്ക് ഫിൽഡ് റൂമിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടാൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മൂക്കും വായും ഒരു തുണി കൊണ്ട് കവർ ചെയ്യണം. ഗ്രൗണ്ടിലൂടെ നീങ്ങി നല്ല എയറുള്ള സ്പേസിൽ പോയി നിൽക്കണം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കുറച്ച് സമയമെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. സോ പിന്നീട് റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സിന് വന്ന് നമ്മളെ രക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, next topic, to release energy. So that is oxygen is now inside the cell. ഓക്സിജൻ ഇപ്പോൾ സെല്ലിനകത്താണ്. നെക്സ്റ്റ് പ്രോസസ്സ് എന്താണ്? എനർജി പ്രൊഡ്യൂസ് ചെയ്യണം, isn't it? How does oxygen that reach cells help in releasing energy? സോ സെൽസിലെത്തിയ ഓക്സിജന് എങ്ങനെയാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്? യു നോ ദാറ്റ് ദ എനർജി ഈസ് റിലീസ്ഡ് മെയിൻലി ഫ്രം ഗ്ലൂക്കോസ്. സോ ഗ്ലൂക്കോസിൽ നിന്നാണ് എനർജി റിലീസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഫുഡ് മെറ്റീരിയൽസ് കഴിച്ചു, അത് ഡൈജഷൻ കഴിഞ്ഞ് ഗ്ലൂക്കോസായി മാറി, isn't it? ഈ ഗ്ലൂക്കോസിൽ നിന്നാണ് എനർജി ഫോം ചെയ്യേണ്ടത്. ആരെ സഹായിക്കുന്നുണ്ട്? ഓക്സിജൻ. ദ പ്രോസസ് ബൈ വിച്ച് എനർജി ഈസ് റിലീസ്ഡ് ഫ്രം ഗ്ലൂക്കോസ് ഇൻ സെൽസ് ഈസ് കോൾഡ് സെല്ലുലാർ റെസ്പിറേഷൻ. സോ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുക. എവിടെ വെച്ചാണ് സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുക? ഇൻസൈഡ് ദ സെൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ്. എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം വിച്ച് മോളിക്യൂൾ? ഫ്രം ഗ്ലൂക്കോസ്. സോ ഗ്ലൂക്കോസിൽ നിന്നും ഓക്സിജൻ്റെ സഹായത്തോടു കൂടി എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് സെല്ലുലാർ റെസ്പിറേഷൻ. അണ്ടർസ്റ്റുഡ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എനർജി ഈസ് റിലീസ്ഡ് ഫ്രം ഗ്ലൂക്കോസ് inside the cell with the help of oxygen. Next we can study about the stages of cellular respiration or the steps of cellular respiration. Okay, so let us observe this illustration. There are two steps in cellular respiration. They are glycolysis and Krebs cycle. Cellular respiration ന്റെ രണ്ട് സ്റ്റേജസ് ആണ് glycolysis and Krebs cycle. First stage or first step, what is that? Glycolysis. The first phase in cellular respiration. Cellular respiration ആദ്യത്തെ phase ആണ് glycolysis. Cellular respiration എന്ന് പറഞ്ഞാൽ എനർജി പ്രൊഡക്ഷൻ പ്രോസസ്. ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ടു പൈറുവിക് ആസിഡ്. ഈ ഫേസിൽ നടക്കുന്ന ചേഞ്ച് എന്താണ്? ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി കൺവേർട്ട് ചെയ്യും. 2 ATP മോളിക്യൂൾസ് ആർ പ്രൊഡ്യൂസ്ഡ്. അങ്ങനെ കൺവേർട്ട് ആവുന്ന സമയത്ത് 2 ATP മോളിക്യൂൾസ് ഓർ എനർജി മോളിക്യൂൾസ് റിലീസ് ചെയ്യും. ദിസ് പ്രോസസ് ഒക്യൂർസ് ഇൻ സൈറ്റോപ്ലാസം. സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിനകത്ത് വെച്ചാണ് ഗ്ലൈക്കോലിസിസ് നടക്കുന്നുള്ളത്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ഓക്സിജൻ. ഈ ഒരു ഫേസിന് ഓക്സിജൻ്റെ ആവശ്യമില്ല. ഗ്ലൈക്കോലിസിസ് ഈസ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ. എന്താണ് ചേഞ്ച്? കെമിക്കൽ ചേഞ്ച്.
ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി കൺവേർട്ട് ചെയ്യും. സോ ആ സമയത്ത് 2 ATP മോളിക്യൂൾസ് ഓർ 2 എനർജി മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് നടക്കുന്ന സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിനകത്ത് വെച്ചാണ്. ആൻഡ് ദിസ് സ്റ്റേജ് ഡസ് നോട്ട് റിക്വയർ ഓക്സിജൻ. സെക്കൻഡ് ഫേസ് ഈസ് Krebs cycle. The second phase in cellular respiration is that which occurs in the mitochondria. സെല്ലുലാർ റെസ്പിറേഷൻ്റെ രണ്ടാമത്തെ ഫേസ് ആണ് Krebs cycle. അത് നടക്കുന്നത് എവിടെ വെച്ചാണ്? സെല്ലിൻ്റെ അകത്തുള്ള മൈറ്റോകോൺഡ്രിയക്കകത്ത് വെച്ചാണ് Krebs cycle നടക്കുന്നുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് മൈറ്റോകോൺഡ്രിയ. ടു എ സീരീസ് ഓഫ് കെമിക്കൽ ചേഞ്ചസ് പൈറുവിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. സോ ഗ്ലൈക്കോളിസിസ് സ്റ്റേജിൽ വെച്ച് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറി. And next, what happens in Krebs cycle? Pyruvic acid, carbon dioxide and water ആയി convert ചെയ്യും. That is, pyruvic acid is converted to carbon dioxide and water and also 28 ATP molecules are produced. എത്ര ATP molecules ഫോം ചെയ്യുന്നുണ്ട്? 28 ATP molecules ഫോം ചെയ്യുന്നുണ്ട്. And this stage requires oxygen. ഈ സ്റ്റേജിന് ഓക്സിജൻ ആവശ്യമാണ്. Okay, so what happens in Krebs cycle? പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ആയി കൺവേർട്ട് ചെയ്യും. 28 ATP മോളിക്യൂൾസ് ഫോം ചെയ്യും. ഈ ATP മോളിക്യൂൾസ് യൂസ് ചെയ്താണ് നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എനർജി ഈസ് ഫോംഡ്, റൈറ്റ്? ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ? ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത ഗ്യാസ് ആണ്. അതാണ് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്ത് കളയുന്ന ഗ്യാസ്. ലെറ്റ് us compare glycolysis and Krebs cycle using some indicators. എന്താണ് ആദ്യത്തെ ഇൻഡിക്കേറ്റർ? പാർട്ട് വെയർ സെല്ലുലാർ റെസ്പിറേഷൻ ടേക്സ് പ്ലേസ്. സോ എവിടെ വെച്ചാണ് ഈ പ്രോസസ്സ് നടക്കുന്നുള്ളത്? ഗ്ലൈക്കോളിസിസ് ടേക്സ് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം. Krebs cycle takes place in mitochondria. Okay. And second indicator, need of oxygen. So glycolysis does not require oxygen. പക്ഷേ Krebs cycle ഓക്സിജൻ ആവശ്യമാണ് അല്ലേ? നെക്സ്റ്റ് ഇൻഡിക്കേറ്റർ, നമ്പർ ഓഫ് ATP molecules produced. ഗ്ലൈക്കോളിസിസിൽ 2 ATP molecules. Krebs cycle 28 ATP molecules are produced. What are the products of glycolysis? പൈറുവിക് ആസിഡ് ആണ് ഫോം ചെയ്യുന്നത്. Krebs cycle കഴിഞ്ഞാൽ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. യു ഹാവ് അണ്ടർസ്റ്റുഡ് ഹൗ എനർജി ഈസ് റിലീസ്ഡ് ഫ്രം ഗ്ലൂക്കോസ് അല്ലെ? എങ്ങനെയാണ് ഗ്ലൂക്കോസിൽ നിന്നും എനർജി ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നൗ വി ക്യാൻ complete this step of cellular respiration. That is, glucose combined with oxygen and forms carbon dioxide, water and 30 ATP molecules. ഗ്ലൂക്കോസ് എങ്ങനെയാണ് നമ്മളെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുക? നമ്മൾ കഴിക്കുന്ന ഫുഡ് ഡൈജഷൻ കഴിഞ്ഞ് ഗ്ലൂക്കോസായി മാറി നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ഓക്സിജൻ, ഇത് രണ്ടും കമ്പൈൻ ചെയ്ത്, അതായത് ഗ്ലൂക്കോസ് എന്തായി മാറും? സെല്ലുലാർ റെസ്പിറേഷൻ നടന്ന് ഓക്സിജൻ്റെ സഹായത്തോടു കൂടി സെല്ലുലാർ റെസ്പിറേഷൻ നടന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് 30 ATP മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യും. 28 + 2. ഓക്കെ, സോ ആ സമയത്ത് ഉണ്ടാകുന്ന ബൈ പ്രോഡക്ട്സ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല, അത് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം. അണ്ടർസ്റ്റുഡ്? സോ ദിസ് ഈസ് ഹൗ എനർജി ഈസ് ഫോംഡ് ഇൻസൈഡ് അവർ ബോഡി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ. Haven't you understood the chemistry of respiration? Isn't it? Now let us compare respiration and photosynthesis. So respiration and photosynthesis ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലോ? So respiration is the process of production of energy. Photosynthesis is the process of production of food. Let us compare photosynthesis and respiration with the help of certain indicators. Okay. So first indicator, function. എന്താണ് photosynthesisന്റെ function? Food production. And respiration for energy production. Energy produce ചെയ്യാനാണ് respiration. Phases of the reaction. Photosynthesisന്റെ phases ആണ് ലൈറ്റ് ഫേസ് ആൻഡ് ഡാർക്ക് ഫേസ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ? റെസ്പിറേഷൻ്റെ ഫേസസ് ആണ് ഗ്ലൈക്കോളിസിസ് ആൻഡ് Krebs cycle. സബ്സ്ട്രേറ്റ് എന്തൊക്കെയാണ് ഫോട്ടോസിന്തസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് സൺലൈറ്റ്. റെസ്പിറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് എന്തൊക്കെയാണ്? ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ. ഇനി കിട്ടുന്ന പ്രോഡക്ട്സ്, ഫോട്ടോസിന്തസിസിന് ശേഷം കിട്ടുന്ന പ്രോഡക്റ്റ് ഓക്സിജൻ ആൻഡ് ഗ്ലൂക്കോസ്. റെസ്പിറേഷന് ശേഷം കിട്ടുന്ന പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് ATP ഓർ എനർജി മോളിക്യൂൾസ് നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യും. ആ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്താണ് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. ഫോട്ടോസിന്തസിസിന് ശേഷം ഓക്സിജനും ഗ്ലൂക്കോസും ഫോം ചെയ്യും. ഇത് രണ്ടും യൂസ് ചെയ്താണ് നമ്മൾ റെസ്പിറേഷൻ നടത്തുന്നത്. സോ ബോത്ത് ആർ കണക്റ്റഡ്, isn't it? ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ യൂസ് ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ് പഠിച്ചു അല്ലേ? ഇനി കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നുണ്ട്.
എങ്ങനെയാണ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.